ഹേ ഗായ്സ്, അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഒരു കിഡിലൻ ഹിന്ദി സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമയുടെ പേരായിട്ട് വരുന്നത് ദുരന്തറാണ്. അതായത് ദുരന്തറിന്റെ ആദ്യത്തെ പാട്ടാണ് ഞാൻ ഈ കണ്ടത്. 2025 ഇറങ്ങിയ സിനിമയാണ്. സോ ഞാൻ അപ്പോൾ കണ്ടിട്ട് ഞാൻ OTT കാണാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. സോ അങ്ങനെ കണ്ടു. കിഡിലൻ സിനിമയാണ്. മസ്റ്റ് തിയേറ്റർ വാച്ച് സ്റ്റഫായിരുന്നു, മിസ്സായി എനിക്ക്. പക്ഷെ 3.5 മണിക്കൂറുണ്ട് ഈ സിനിമ. ഒരു രക്ഷയില്ല, ഒരു ലാഗ് അടിയില്ലാതെ ഒരു കിഡിലനായിട്ട് പോകുന്ന ഒരു സിനിമയാണ് ഇത്. സോ സിനിമ സംവിധാനം പിന്നെ എഴുതിയിരിക്കുന്നത് ആദിത്യ ദഹാറാണ്. സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് രൺവീർ സിംഗ് ആണ്. മറ്റ് കഥാപാത്രങ്ങളായിട്ട് അക്ഷയ് ഖന്ന ഉണ്ട്, പിന്നെ നമ്മുടെ സഞ്ജയ് ദത്ത് ഉണ്ട്, പിന്നെ സാര അർജുൻ ഫീമെയിൽ ലീഡായിട്ട്, പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് സിനിമയിൽ. ഇവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കഥനെ കുറിച്ചിട്ട് പറയണത്, അതായത് ഒരു രൺവീർ സിംഗ് സ്പൈ ആയിട്ട് മറ്റേ പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. എന്നിട്ട് പുള്ളിയുടെ ആ ഇൻവെസ്റ്റിഗേഷൻ ആ രീതിയിൽ പോകുന്ന ഒരു സ്റ്റോറിയാണ് ഈ സിനിമ. അതായത് 2 പാർട്ടായിട്ടാണ് ഇറക്കാൻ പോകുന്നത്. അത് ആദ്യത്തെ പാർട്ടാണ് 2025 ഇറക്കിയത്. ആദ്യത്തെ പാട്ട് തന്നെ 3.5 മണിക്കൂറുണ്ട്. പക്ഷെ 3.5 മണിക്കൂർ ഒരു രക്ഷയില്ലാത്ത പോകുന്നുണ്ട്. അതായത് ഒരു നല്ല ഒരു എപ്പിസോഡ് രീതി, ചാപ്റ്റർ രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. ഡയറക്ടർ കഥ പറയുന്നത് നന്നായിട്ടുണ്ടായി. ഒരു ലാഗ് അടി ഒന്നും ഇല്ലെന്ന് കിഡിലനായിട്ട് പോകുന്നുണ്ട് സിനിമ. ഇന്റർവൽ ഈച്ച് ആൻഡ് എവറിത്തിങ് ആയാലും അടിപൊളിയായിട്ടുണ്ടായി. അതായത് പിന്നെ ഇവർക്ക് ആ പാകിസ്ഥാൻ രീതിയിലുള്ള ഒരു ഈച്ച് ആൻഡ് എവറി വർക്ക് ആർട്ട് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ടായി. ഒരു നമുക്കൊക്കെ റിയൽ ആയിട്ട് ഫീൽ ചെയ്യും, ഇത് ഇങ്ങനെ ആയിരിക്കും പാകിസ്ഥാൻ, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ സിനിമയിൽ ത്രൂ ഔട്ട് സിനിമ നന്നായിട്ടുണ്ട്. പക്ഷെ ക്ലൈമാക്സ് ഒരു കിഡിലനായിട്ടുണ്ട്. ആ ഒരു ഒരു ആ ഒരു എന്താ ഗൂസ് ബോംസ് വരുന്ന രീതിയിലുള്ള ക്ലൈമാക്സ് ആയിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട് ക്ലൈമാക്സ്. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എൻറ്റയർ OST അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. അതായത് നല്ലൊരു മ്യൂസിക്കാണ്. ഈച്ച് ആൻഡ് എവറി മ്യൂസിക് ഒക്കെ വന്നു പോകുന്ന മ്യൂസിക് ആയാലും സിനിമയിൽ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടായി. അതായത് ഈ പിന്നെ പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആയാലും ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടായി. പിന്നെ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ട് സശ്വത് സച്ചിദേവാണ്. പുള്ളി നന്നായിട്ട് ചെയ്തത്. സോ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇതേ മാർച്ചിൽ തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്, 19-ന്. സോ തിയേറ്ററിൽ പോയിട്ട് എന്തായാലും പോയിട്ട് തിയേറ്ററിൽ കാണണം ഈ സിനിമ. സോ കണ്ടിട്ട് സെക്കൻഡ് പാർട്ടിന്റെ അഭിപ്രായം കൂടി വരാം. സോ ഇതുവരെ ഈ സിനിമ കാണാത്തവരോട് പോയിട്ട് കണ്ടോളി. സോ നെറ്റ്ഫ്ലിക്സിലാണുള്ളത്, കാണാത്തവരോട് പോയിട്ട് കണ്ടോളി. സോ അടുത്ത വീഡിയോ എടുക്കട്ടെ. ബൈ.